കുറച്ച് മുമ്പൊക്കെ പറഞ്ഞിരുന്നു ഈ കാലത്തെ വൂക്ക വേൾഡ് അല്ലെ, വൂക്ക വേൾഡ് എന്നല്ല പറയുന്നത്, VUCA വൂക്ക വേൾഡ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ വൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളട്ടൈൽ അല്ലെ, വോളട്ടൈൽ ആയിട്ട്, അതായത് ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ഒരു കാലം, പിന്നെ വളരെ പെട്ടെന്നാണ് ഓരോ സംഗതികളും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ വൂക്ക അൺസർട്ടൈൻ അല്ലെ, പ്രത്യേകിച്ച് പിന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എന്താണ് വരാൻ പോകുന്നത് എന്ന്, പിന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അൺസർട്ടൈൻ എന്ന് പറയുന്നത്. പിന്നെ സി കോംപ്ലക്സ് അല്ലെ, ഭയങ്കര പിന്നെ കോംപ്ലക്സ് ആയ ഒരു കാലമാണ്, എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിലൊരു കൃത്യത ഇല്ലാത്തൊരു കാലം. അതുകൊണ്ടാണ് VUC. പിന്നെ എ അവസാനം പിന്നെ ആംബിഗസ് അല്ലെ, പിന്നെ അത് പിന്നെ അൺക്ലിയർ ആണ് അത്രയും. പിന്നെ എന്താണ് ഇനി വരാൻ പോകുന്ന കാലം, അല്ലെങ്കിൽ AI റവല്യൂഷൻ ഒക്കെ വരുമ്പോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത്ര ക്ലിയർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് വൂക്ക വേൾഡ് എന്ന് പറയുന്നത്. ഈ വൂക്ക വേൾഡ് എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്കും എന്താണ് 2015 to 2020 അല്ലെ. അതിന് ശേഷമുള്ള കാലത്ത് നമ്മള് ബാനിയേജ് ബാനിയേജും ഇതേപോലെ തന്നെ ഓരോ വേർഡും ഓരോ കാര്യത്തിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടിൽ എന്നുള്ളത്, അതായത് നമ്മുടെ വേൾഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രജൈലാണ്. അതായത് അതിപ്പോ നമ്മുടെ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് എന്താ പറയാ, അതായത് ഒരു ഓവർനൈറ്റില് വലിയൊരു തകരാം, വലിയ വലിയ കമ്പനികളൊക്കെ തകരാം, പെട്ടെന്ന് ഒരാൾ സെലിബ്രിറ്റീസ് ആവാം, അങ്ങനെ എന്തും വളരെ ഫ്രജൈൽ ആയിട്ടുള്ള എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാലമാണ്. അത് നമ്മുടെ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, നമുക്ക് എന്തും പറയാം, ഇപ്പൊ ക്ലൈമറ്റ് ആണെങ്കിലും ആ ലെവലിൽ ഇപ്പൊ പ്രളയം മറ്റ് അല്ലെ എന്തും സംഭവിക്കാവുന്ന ഒരു കാലമാണ്. അതാണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാരും എന്താ പറയാ ഭയങ്കര പലതരം സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ പലതരം ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. ഐ മീൻ ഈവൻ ജോബിന്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്സിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആങ്സൈറ്റികളുടെ ഒരു കാലമാണ് ഉള്ളത്. പിന്നെ നോൺ ലീനിയർ എന്നാണ് പറയുന്നത്. അത് പിന്നെ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാവുന്നു, വളരെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷെ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സംഗതി ഉണ്ടാവും, അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാവാത്ത ഒരു കാലത്താണ് നമ്മൾ നോൺ ലീനിയർ എന്ന് പറയാം. പണ്ടത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ എന്താ പറയാ പഠിച്ച് ഇങ്ങനെ ഉന്നത അവർക്കാവൂല ചിലപ്പം ഇൻകം വൈസ് നോക്കിയാൽ ചിലപ്പോൾ ഇൻകം അല്ലെ എല്ലാം ഒരു ഡിസോർഡറിന്റെ ഒരു കാലം ആണെങ്കിൽ നമുക്ക് പറയാം, അതാണ് നോൺ ലീനിയർ. പിന്നെ ഐ എന്ന് പറയുന്നത് അതായത് പിന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോംപ്രിഹെൻസിബിൾ, അതായത് ഇവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കത് ഗ്രഹിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അല്ലെ പലതരം സംഭവങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു കാലത്താണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. ഇത് രണ്ട് കാലം തമ്മിൽ വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പിന്നെ വൂക്ക വേൾഡ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു മറ്റേ 2015 മുതൽ 2020 വരെയാണ്. അതിന് ശേഷമുള്ളതാണ് നമ്മൾ ബാനിയേജ് എന്ന് പറയാം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ വൂക്ക വേൾഡില് നമ്മളെന്താണ് പിന്നെ കുറെ ലക്ഷണങ്ങളാണ് കണ്ടിരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വൂക്ക വേൾഡിൽ ഒരു സാധനം വെച്ചെങ്കിൽ, പിന്നീട് ബാനിയേജിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രളയം, ഭൂകമ്പം എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ട് കാണുന്ന കാലം എന്ന് പറയുന്നതാണ് ബാനിയേജ്. അപ്പോൾ AI റവല്യൂഷൻ അതിന്റെ ഒക്കെ ഒരു തുടക്കം, അതിന്റെ ലക്ഷണങ്ങള്, അങ്ങനെ പല പല മേഖലകളിലും അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ ഒരു എഫക്റ്റ് കാണുന്നത് ബാനിയേജിലാണ്.